آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا. സമാദരണീയരായ സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ, മുഅ്മിനുകളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ചാണ് നാം സൂചിപ്പിച്ചത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നായി നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഅയ്തു അംർ ബിനു ആമിർ അൽ ഖുസാഇ യജുറു ഖസ്ബഹു ഫിന്നാർ ഫകാന അവ്വലു മൻ ഗയ്യറ ദീന ഇബ്രാഹിം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, റഅയ്തു അംർ ബിനു ആമിർ അൽ ഖുസാഇ, അംർ ബിനു ആമിർ അൽ ഖുസാഇ എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ കണ്ടു. അദ്ദേഹത്തെ നരകത്തിൽ പ്രവേശിക്കപ്പെട്ടതായി ഞാൻ കണ്ടു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആ നരകത്തിൽ കണ്ട കാഴ്ച എന്ന് പറയുന്നത് യജുറു ഖസ്ബഹു ഫിന്നാർ, നരകത്തിൽ അദ്ദേഹത്തിൻ്റെ കുടൽമാലകൾ വലിച്ചുകൊണ്ട് വേച്ച് നരകത്തിലൂടെ നടക്കുന്നതായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത്. എന്നിട്ട് മറ്റൊരു റിപ്പോർട്ടിൽ അതിന് കാരണമായിക്കൊണ്ട് പറയുന്നത്, ഫകാന അവ്വലു മൻ ഗയ്യറ ദീന ഇബ്രാഹിം, അദ്ദേഹമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ദീനിന് ആദ്യമായി മാറ്റം വരുത്തിയത് എന്ന്. അബുൽ അസ്നാം എന്നറിയപ്പെട്ടിരുന്ന, അഥവാ ബിംബങ്ങളുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന അംർ ബിൻ ലുഹയ്യിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കണ്ട കാഴ്ചയായിക്കൊണ്ട് വിശദീകരിക്കുന്നത്. അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ പ്രബോധനത്തിലൂടെ പരിവർത്തനം നടത്തിയെടുത്ത
ഹനീഫായ ഒരു മതത്തിൻ്റെ വക്താക്കളായി തീർന്ന ഒരു ജനപദത്തിലേക്ക് ആദ്യമായി ഒരു ബിംബത്തെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും അതിനെ ആരാധിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത മക്കയിലെ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് അംർ ബിൻ ലുഹൈ ആയിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഏതെങ്കിലും ഒരു ദിവസം ഒരു ബിംബവുമായി മക്കയിലേക്ക് കടന്നു വന്ന് മക്കയിലുള്ള ആളുകളെ ആ ബിംബാരാധനയ്ക്ക്, ബഹുദൈവ ആരാധനയ്ക്ക് പ്രേരിപ്പിച്ച ആളല്ല അംർ ബിൻ ലുഹൈ. നേരെ മറിച്ച് അവർക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കുകയും ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുകയും അവരിൽ ഇയാൾ പറയുന്ന കാര്യങ്ങൾ അത്രയും ശരിയാണ് എന്ന് ബോധ്യപ്പെടും വിധത്തിൽ അവർക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് അംർ ബിൻ ലുഹൈ അവരെ ബഹുദൈവ ആരാധനയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. എന്നാൽ പിന്നീട് ഏകദൈവ ആരാധനയ്ക്കു വേണ്ടി അഹോരാത്രം പണിയെടുത്ത, അതിനുവേണ്ടി തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഉൾപ്പെടെയുള്ള ആളുകൾ ബിംബവൽക്കരിക്കപ്പെടുകയും ആ ബിംബങ്ങൾ വെച്ചാരാധിക്കപ്പെടുകയും അവരോട് പ്രാർത്ഥനാ സഹായങ്ങൾ തേടുകയും ചെയ്യും വിധത്തിലേക്ക് മക്കയും കഅബയും കഅബയുടെ പരിസര പ്രദേശങ്ങളും മാറി എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിന് മക്കയിലേക്ക് എത്തുന്ന സമയത്ത് കഅബ വൃത്തിയാക്കുമ്പോൾ അവിടെ നിന്ന് പുറത്തേക്കെറിയപ്പെട്ട ബിംബങ്ങളിൽ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും എല്ലാം ബിംബങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത്. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ആ ജനങ്ങളിൽ, ആ ജനതയിൽ നടത്തിയ പ്രബോധനവും അദ്ദേഹത്തിൻ്റെ പ്രബോധിത സമൂഹത്തോടുള്ള സമീപനവും അവരുടെ രക്ഷക്കായുള്ള ഉത്കടമായ അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും നമ്മൾ പഠിക്കാനും മനസ്സിലാക്കുവാനും ശ്രമിക്കേണ്ടത്. പ്രബോധകർ എന്ന നിലക്ക് നമുക്ക് വലിയ ഒരു മാതൃക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. താൻ പ്രബോധനം ചെയ്യുന്നവർ അല്ലെങ്കിൽ തൻ്റെ പ്രബോധിത സമൂഹം രക്ഷപ്പെടണം എന്ന അങ്ങേയറ്റത്തെ ആഗ്രഹം ഒരു പ്രബോധകന് ഉണ്ടാവണം. അല്ലെങ്കിൽ താനൊരു മാർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതാണ് ലോകത്ത് വെച്ച് അവന് ലഭിക്കാവുന്ന ഏറ്റവും കൃത്യമായ രക്ഷയുടെ മാർഗം എന്ന ബോധ്യം ആദ്യം അത് പ്രചരിപ്പിക്കുന്നവനുണ്ടാവുകയും ആ മാർഗത്തിലേക്ക് എൻ്റെ സഹപാഠികൾ, എൻ്റെ സഹജീവികൾ, എന്നോടൊപ്പം ജീവിക്കുന്നവർ ആ മാർഗത്തിലേക്ക് എത്തുമ്പോഴാണ് അവർക്ക് ഇഹപര ജീവിതത്തിൽ രക്ഷ ലഭിക്കുക എന്ന പൂർണ്ണ ബോധ്യം, ആ ബോധ്യത്തിൽ നിന്ന് അവരെ ആ രക്ഷയുടെ മാർഗത്തിലെത്തിക്കുവാനുള്ള ആഗ്രഹം അത് മനസ്സിൽ ഉണ്ടാകുമ്പോഴാണ് താൻ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കെ തനിക്കെതിരെ ഉപദ്രവങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായാലും അതെല്ലാം ക്ഷമിക്കാനും ആ പ്രബോധിത സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുകയുള്ളൂ. നമുക്കെപ്പോഴാണ് ഒരാളോട് അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ മനസ്സൊരുങ്ങുന്നത്? അയാളോട് അങ്ങേയറ്റത്തെ സ്നേഹവും ഊഷ്മളമായ ബന്ധവും ഒക്കെ കാത്തു സൂക്ഷിക്കുമ്പോഴാണ്. പ്രബോധകർ എന്ന നിലക്ക് പ്രബോധിത സമൂഹത്തിനോട് അങ്ങേയറ്റത്തെ സ്നേഹവും അവരുടെ രക്ഷക്കായുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവും ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ തൻ്റെ പിതാവിനോട് നടത്തുന്ന പ്രബോധനാന്ത്യത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അദ്ദേഹത്തിൻ്റെ പിതാവ് വളരെ കർശനമായ കാർക്കശ്യത്തോടു കൂടിയാണ് പെരുമാറുന്നത് എന്ന് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ 19-ാം അധ്യായം സൂറ മറിയമിലെ 46-47 വചനങ്ങളിൽ ആ ഭാഗം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഒരു ദൈവത്തെ അല്ലെങ്കിൽ യഥാർത്ഥ ഒരു മാർഗത്തെ പരിചയപ്പെടുത്തി അതിലേക്ക് തൻ്റെ പിതാവ് വരണം എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ഇബ്രാഹിം നബിയോട് പിതാവിൻ്റെ മറുപടി എന്ന് പറയുന്നത് ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, ഞാൻ ഇതുവരെയും വെച്ച് ആരാധിച്ചു പോരുന്ന എൻ്റെ ആരാധ്യന്മാരെയെല്ലാം ഉപേക്ഷിക്കണം എന്നാണോ നീ എന്നോട് പറയുന്നത്? ലഇൻ ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ,
ഈ പറയുന്ന വർത്തമാനം, ഈ പണി നീ ഇവിടെ അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ലഇൻ ലം തൻതഹി ലഅർജുമന്നക്, നിന്നെ ഞാൻ കല്ലെറിഞ്ഞാട്ടുകയും വഹ്ജുർനി മലിയ, അത് വേണ്ട എങ്കിൽ എൻ്റെ അടുത്തു നിന്ന് നീ വിട്ടുപോകണം എന്ന്, നാട് വിട്ടു പോയിക്കൊള്ളണം എന്ന ഭീഷണിയുടെ, പുറത്താക്കപ്പെടലിൻ്റെ ശബ്ദമാണ്, വർത്തമാനമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് പിതാവിൽ നിന്ന് കേൾക്കേണ്ടി വന്നത്. എന്നാൽ കൃത്യമായി ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു പ്രബോധകൻ എങ്ങനെയായിരിക്കണം എന്ന് ഇബ്രാഹിം നബി കൃത്യമായി പറഞ്ഞു വെച്ചു. പിന്നീട് ഇബ്രാഹിം നബി പിതാവിനോട് പറയുന്ന വർത്തമാനം, ഖാല സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഖഫിയ. ഖാല സലാമുൻ അലൈക്, ഇത്രയേറെ പരുഷമായി തന്നോട് സംസാരിച്ച പിതാവിനോട് ഇബ്രാഹിം നബിയുടെ മറുപടി ഖാല സലാമുൻ അലൈക്, അങ്ങേക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്നാണ്. സഅസ്തഗ്ഫിറു ലക റബ്ബി, ഇനിയും ഞാൻ എൻ്റെ റബ്ബിനോട് അങ്ങേക്ക് വേണ്ടി പാപമോചനത്തിനായി പ്രാർത്ഥിക്കുമെന്നാണ്. ഒരു പ്രബോധകന് ഉണ്ടായിരിക്കേണ്ടുന്ന മനസ്സതാണ്. താൻ ആരെയാണോ സമീപിക്കുന്നത്, അഭിസംബോധന ചെയ്യുന്നത്, അവരുടെ നന്മയും അവരുടെ രക്ഷയും ആയിരിക്കണം മനസ്സിൻ്റെ തേട്ടം. അതുകൊണ്ട് അതിനു വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി, അവരുടെ സമാധാനത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളോടൊപ്പം അതിനായുള്ള പ്രാർത്ഥനയും പ്രബോധകരിൽ ഉണ്ടാകണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിക്കക്കള്ളിയില്ലാതെ, പ്രബോധനം സാധ്യമാകാതെ, പീഡനങ്ങൾ സഹിക്കവയ്യാതെ എന്തെങ്കിലും ഒരു സഹായം തൻ്റെ ഉമ്മയുടെ കുടുംബക്കാരിൽ നിന്ന് ലഭിക്കും എന്ന് വിചാരിച്ച് ത്വായിഫിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. എന്നാൽ ത്വായിഫിലെത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പീഡനങ്ങൾക്ക് ഇരയാക്കുകയും പ്രവാചകന് അവിടെ അഭയം നൽകാതിരിക്കുകയും ത്വായിഫിൻ്റെ തെരുവീതികളിലൂടെ കുട്ടികളെ കൊണ്ട് പ്രവാചകനെ കല്ലെറിഞ്ഞ് ആട്ടി ഓടിക്കുകയും ഒക്കെ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കല്ലേറിൽ കാര്യമായി പരിക്കേറ്റ് ശരീരത്തിൽ നിന്ന് രക്തം ഒലിച്ച് ത്വായിഫിൻ്റെ നാട്ടിൽ നിന്ന് മടങ്ങിയിട്ട് ത്വായിഫിൻ്റെ അതിർത്തിയിലെത്ത് ഒരു മലയുടെ ചാര ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന സമയത്ത് പ്രവാചകന്റെ അടുക്കലേക്ക് മലയുടെ മലക്കുകൾ വന്നുകൊണ്ട്, താങ്കൾ പറയുകയാണ് എങ്കിൽ ഈ നിമിഷം ഈ ത്വായിഫുകാരെ, അങ്ങയെ ഈ വിധം ഉപദ്രവിച്ച, അങ്ങയെ പുറത്താക്കിയ ഈ ജനങ്ങളെ ഇപ്പോൾ തന്നെ നശിപ്പിച്ചു കളയാം എന്ന് പറയുന്ന സമയത്ത് തന്നെ ഉപദ്രവിച്ചവരോടുള്ള ആ ശത്രുതാ മനോഭാവമല്ല പ്രവാചകനിൽ ഉണ്ടായത്. നേരെ മറിച്ച് പ്രവാചകൻ എന്ന് പറയുന്ന പ്രബോധകൻ എങ്ങനെയായിരിക്കണം എന്നതിന് കൃത്യമായ മറുപടി അവിടെ പറയുന്നതായി കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും. അർജു അൻ യഖ്റുജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹ ലാ യുശ്രികു ബിഹി ഷൈഅ. ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഇവർ ശിക്ഷിക്കപ്പെടണമെന്നല്ല, ഇവർ നശിപ്പിക്കപ്പെടണമെന്നല്ല, നേരെ മറിച്ച് ഇവരിൽ നിന്ന് ഒരു ജനത ഉണ്ടാവണം. ഇവരുടെ സന്തതി പരമ്പരകളിൽ നിന്ന്, അല്ലെങ്കിൽ ഇവരിൽ നിന്ന് തന്നെ ഒരു ജനപദം ഉണ്ടാവണം. അവരുടെ പ്രത്യേകത അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിൽ പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അനുയായികൾ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഉണ്ടാവണം എന്നതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ നന്മയിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുകയാണ് ചെയ്യുന്നത്. ഇതായിരിക്കണം നന്മ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സഹോദരന്മാരുടെ, കുടുംബാംഗങ്ങളുടെ, സുഹൃത്തുക്കളുടെ നന്മ ആഗ്രഹിക്കുന്ന, അവരും എന്നോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ തേട്ടവും അതിനായുള്ള പ്രാർത്ഥനയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, പ്രബോധിതരുടെ സാമൂഹികവും സാംസ്കാരികവും വൈജ്ഞാനികവുമായ നിലവാരത്തിനനുസൃതമായ നിലപാടുകളും ശൈലിയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ സ്വീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. താൻ ചെയ്യുന്ന പ്രബോധനം ആരാണോ കേൾക്കുന്നത്, അവരുടെ സാമൂഹികവും സാംസ്കാരികവും വൈജ്ഞാനികവുമായ നിലവാരം ഏതാണ് എന്ന് അറിഞ്ഞിട്ടാണ് സംസാരം. സാധാരണക്കാരോട് പറയുന്ന വർത്തമാനവും അതിനായി ഉപയോഗിക്കുന്ന ശൈലിയുമല്ല പണ്ഡിതന്മാരായ ആളുകളോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ നടത്തുന്ന പ്രബോധനത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളും ശൈലിയും ഉദാഹരണങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം പിതാവായ ആസർ എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയുടെ പിതാവ് എന്നതിനോടൊപ്പം തന്നെ ആ നാട്ടിലെ പണ്ഡിതനും 100-ലധികം ബിംബങ്ങളെ
ആ നാട്ടിലുള്ള ആളുകൾക്ക് നിർമ്മിച്ചു കൊടുക്കുകയും അതിൽ പ്രതിഷ്ഠ നിർവഹിക്കുകയും അതിനെ ആരാധിക്കുവാൻ ആ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും അതിന് പ്രാപ്തരാക്കുകയും ചെയ്ത ഒരാൾ കൂടിയാണ് ആസർ എന്ന് പറയുന്നത്. അവർക്കിടയിലെ ആ വിശ്വാസത്തിൽ കൃത്യമായ അറിവും ഗ്രാഹ്യവുമുള്ള പണ്ഡിതനാണ് ആസർ. അദ്ദേഹത്തോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്ന പ്രബോധനം വിശുദ്ധ ഖുർആൻ 19-ാം അധ്യായം സൂറ അൽ മറിയമിലെ 42 മുതലുള്ള വചനങ്ങളിൽ സൂചിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഇത് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ഷൈഅ. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറയുന്നത് യാ അബതി. ആ പ്രയോഗത്തിൽ തന്നെ ചില പ്രത്യേകതകളുണ്ട്. അങ്ങേയറ്റത്തെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി തൻ്റെ പിതാവിനെ വിളിക്കുന്നത്. നിൽക്കട്ടെ, എന്നിട്ട് ആ പിതാവിനോട് പറയുന്നത് അദ്ദേഹത്തിന് കൂടി ബോധ്യമുള്ള കാര്യത്തെ ഉണർത്തിക്കൊണ്ട് ചിന്തയെ ഉദ്ദീപിപ്പിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്നത്. ആസറിന് അറിയാം, ആസറിന് കൃത്യമായ ധാരണയുണ്ട്, അദ്ദേഹം ഉണ്ടാക്കുന്ന ഈ ബിംബങ്ങൾ പ്രാർത്ഥന കേൾക്കാത്തവരാണ് എന്ന. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി പിതാവിനോട് പറയുന്നത് യാ അബതി ലിമ തഅബുദ് മാ ലാ യസ്മഉ വലാ യുബ്സിർ വലാ യുഗ്നി അൻക ഷൈഅ. നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്ത, ഒരു ഉപദ്രവവും ഉണ്ടാക്കാത്ത, നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാത്ത ഒന്നിനെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനോട് ചോദിക്കുന്നുണ്ട്. പിതാവിനോട് കേവലം ഒരു ചോദ്യം ചോദിക്കുക മാത്രമല്ല ഇബ്രാഹിം നബി ചെയ്യുന്നത്, നേരെ മറിച്ച് അതിനുള്ള കൃത്യമായ മറുപടി കൂടി യുക്തിഭദ്രമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പിതാവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. തുടർന്ന് ഇബ്രാഹിം നബി പറയുന്നത് യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഅനി അഹ്ദിക സിറാത്തൻ സവിയ. യാ അബതി, എൻ്റെ പിതാവേ, ഇന്നി ഖദ് ജാഅനി, ഞാൻ ഒരു കൃത്യമായ ഒരു അറിവ് കൊണ്ടുവന്നിട്ടുണ്ട്. മാ ലം യഅതിക, അങ്ങേക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ലാത്തതായ ഒരു അറിവ്. അഥവാ ഇബ്രാഹിം നബി പിതാവിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് അങ്ങ് ഈ തെറ്റായ വിശ്വാസത്തിൻ്റെ വക്താവായി തുടരുന്നത് അങ്ങേക്ക് കൃത്യമായ ഒരു അറിവ് വന്നെത്താത്തത് കൊണ്ടാണ്. അതുമായിക്കൊണ്ടാണ് ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഫത്തബിഅനി, അതുകൊണ്ട് അങ്ങ് എൻ്റെ മതത്തെ സ്വീകരിക്കുകയും എന്നെ പിന്തുടരുകയും ചെയ്യണം. അഹ്ദിക സിറാത്തൻ സവിയ, എങ്കിൽ ഞാൻ അങ്ങേക്ക് നേരായ മാർഗം, പാത കാണിച്ചു തരാം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതായി കാണുവാൻ സാധിക്കും. ഇതെല്ലാം പിതാവിനോട് പറയുന്നതിനുള്ള കാരണം കൂടി പറയുന്നുണ്ട്. യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബു മിനർ റഹ്മാൻ. ഇതെല്ലാം പറയാനുള്ള കാരണം, അങ്ങ് നേരായ ഒരു വിശ്വാസത്തിൻ്റെ വക്താവാകണം എന്ന് പറയാനുള്ള കാരണം ഇന്നി അഖാഫു അൻ യമസ്സക അദാബു മിനർ റഹ്മാൻ, പരമകാരുണികൻ്റെ കഠിനമായ ശിക്ഷ അങ്ങയെ ബാധിക്കുന്നതിനെ തൊട്ട് എനിക്ക് ഭയമുണ്ട്. ഒരു പിതാവിനോട് മകനുണ്ടായിരിക്കുന്ന സ്നേഹം എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രബോധകന് തൻ്റെ പ്രബോധിത സമൂഹത്തിനോട് ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു ബാധ്യത കൂടിയാണ് അവിടെ ചേർത്ത് പറയുന്നത്. നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആദർശം പിന്തുടർന്നാലാണ് എൻ്റെ സഹജീവികൾക്ക് രക്ഷ എന്ന് നമുക്ക് ബോധ്യമുണ്ട് എങ്കിൽ അവർക്ക് ശിക്ഷ ബാധിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പേടിയും ഭയവും അങ്കലാപ്പുമെല്ലാം പ്രബോധിതർ എന്ന നിലക്ക് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനോട് അഥവാ പണ്ഡിതനായ പിതാവിനോട് സമീപിച്ച സമീപനം ഇതാണ് എങ്കിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളോട് പറയുന്നതും അവർക്ക് വേണ്ടി എടുക്കുന്ന ഉപമയും ഉദാഹരണവുമെല്ലാം മറ്റൊന്നാണ്. അവർ എന്നും കണ്ടുവരുന്ന, അവർ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രകൃതി പ്രതിഭാസങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഉദാഹരിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അവരോട് സംവദിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം സൂറ അൽ അൻആമിലെ 76 മുതലുള്ള വചനങ്ങളിൽ അത് സൂചിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റആ കൗകബൻ, അവരില് ഫലമ്മാ ജന്ന അലൈഹിൽ ലൈൽ, ഇരുട്ട് അവരെ മൂടിയ സമയത്ത്, റആ കൗകബൻ, ഒരു നക്ഷത്രത്തെ അവർ കാണുന്ന സമയത്ത്, ഖാല ഹാദാ റബ്ബി, ഇബ്രാഹിം നബി അവരോട് പറഞ്ഞു ഹാദാ റബ്ബി, ഇതാണ് എൻ്റെ റബ്ബ്, ഇതാണ് എൻ്റെ രക്ഷിതാവ് എന്ന് അവരോട് പറഞ്ഞു. എന്നാൽ ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബു അൽ ആഫിലീൻ, എന്നാൽ അത് മറഞ്ഞു പോയപ്പോൾ, ആ രാത്രിയുടെ ഇരുട്ട് മാഞ്ഞ് ആ നക്ഷത്രങ്ങൾ വെളിവാകാത്ത അവസ്ഥയുണ്ടായപ്പോഴേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അവരോട് ചോദിച്ചത്, ഇങ്ങനെ
ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ആളുകളെ എങ്ങനെ ആരാധിക്കാനാണ്? അതുകൊണ്ട് ഒരു സമയത്ത് വരികയും പിന്നീട് മറഞ്ഞു കളയുകയും ചെയ്യുന്ന ഒന്നിനെ ഞാൻ ആരാധിക്കുന്നില്ല എന്നാണ്. പിന്നീട് പറയുന്നത് ഫലമ്മ റഅൽ ഖമർ ബാസിഅൻ, പിന്നീട് ചന്ദ്രൻ ഉദിച്ചുയരുന്ന സമയത്ത് ഇബ്രാഹിം നബി അവരോട് പറഞ്ഞത് ഖാല ഹാദാ റബ്ബി, ഇതാണ് എങ്കിൽ എൻ്റെ റബ്ബ്. മുൻപ് പോയ നക്ഷത്രം അത് മാഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പോൾ ഉദിച്ചുയർന്നു വന്നിട്ടുള്ള ഈ ശോഭയുള്ള ചന്ദ്രനാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞിട്ട്, എന്നാൽ ഫലമ്മ അഫല, അതും അതിൻ്റെ സമയം കഴിഞ്ഞ് അസ്തമനത്തിലേക്ക് അടുത്തപ്പോൾ ഖാല ഇല്ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാലിൻ, വീണ്ടും ഇങ്ങനെ മറഞ്ഞു പോകുന്ന ഒന്നിനെ എങ്ങനെയാണ് ആരാധ്യനാക്കാൻ കഴിയുക എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ചിന്തിപ്പിക്കും തരത്തിൽ അവരോട് സംവദിക്കുന്നതായി കാണാൻ കഴിയും. അവിടെ കൊണ്ടും അവസാനിച്ചില്ല. ഫലമ്മ റഅശ്ശംസ ബാസിഅതൻ, പിന്നീട് സൂര്യൻ ഉദിച്ചുയർന്നു വന്നപ്പോൾ ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ, കുറച്ചും കൂടി വലിപ്പമുള്ള, കുറച്ചും കൂടി വലുതായിട്ടുള്ള ഈ സൂര്യനാണ് എൻ്റെ റബ്ബ്. ഇത് കൊള്ളാം, ഇത് മുൻപ് കണ്ട നക്ഷത്രത്തെക്കാളും ചന്ദ്രനേക്കാളും ഒക്കെ വലിപ്പമുള്ളതാണല്ലോ. ഹാദാ അക്ബർ ഫലമ്മ അഫലത്ത്, എന്നാൽ ആ സൂര്യനും അസ്തമിച്ച സമയത്ത് ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികുൻ, തൻ്റെ സമുദായത്തെ വിളിച്ചുകൊണ്ട് പറയുന്നത്, ഇതുപോലെയുള്ളതിനെയൊക്കെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എങ്കിൽ, ചില കാലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന, ചില സമയങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന, എന്നാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കെ നിങ്ങൾക്ക് എന്നെന്നും സാന്നിധ്യം അറിയിക്കേണ്ടുന്ന, നിങ്ങൾക്ക് എല്ലാ സമയവും നിങ്ങളെ നിരീക്ഷിക്കേണ്ടുന്ന, നിങ്ങൾക്ക് സഹായം നൽകേണ്ടുന്നവനായിരിക്കണം എൻ്റെ റബ്ബ് എന്നിരിക്കെ, അതൊന്നും സാധ്യമാകാത്ത ഈ പ്രകൃതി പ്രതിഭാസങ്ങളെ എങ്ങനെയാണ് ആരാധ്യനായി സ്വീകരിക്കുക? അതുകൊണ്ട് ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ, നമ്മൾ സാധാരണ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, ഞാൻ ഈ പ്രകൃതി പ്രതിഭാസങ്ങളെ എല്ലാം, നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നവയെ എല്ലാം വിട്ടൊഴിഞ്ഞിട്ട് ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള, നാം ഈ കണ്ട ഈ ആകാശത്തെയും ഈ ഭൂമിയെയും ഈ ഗോളങ്ങളെയും എല്ലാം സൃഷ്ടിച്ച ആ റബ്ബിനെയാണ്, അവങ്കലേക്കാണ് ഞാൻ എൻ്റെ മുഖത്തെ തിരിക്കുന്നത് എന്ന്, എൻ്റെ വിശ്വാസത്തെ അർപ്പിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ പഠിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ, അവർക്ക് അനുഭവവേദ്യമായ ഉദാഹരണങ്ങളിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് അവരോട് സംസാരിക്കുന്നത്. എന്നാൽ ഈ ശൈലിയല്ല ധിക്കാരിയായ കുതർക്കിയായ നമ്രൂദിനോട് നടത്തുന്നത്. അദ്ദേഹത്തോട് മറ്റൊരു ശൈലിയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സമീപിക്കുന്നത്. ഒരു സംവാദത്തിന് ഒരുങ്ങി നിൽക്കുന്ന രാജാവിനോട് തൻ്റെ സഹസംവാദകന് അദ്ദേഹത്തിൻ്റെ സ്ഥാനവും അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ആ സ്ഥാനങ്ങളെല്ലാം വകവെച്ചു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തോടുള്ള വർത്തമാനം വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 258-ാമത്തെ വചനത്തിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ഖാല ഇബ്രാഹിം റബ്ബി അല്ലദീ യുഹ്യി വയുമീത്, രാജാവിനോട് പറഞ്ഞത് റബ്ബി അല്ലദീ യുഹ്യി വയുമീത്, എൻ്റെ രക്ഷിതാവ് എന്ന് പറയുന്നത് യുഹ്യി വയുമീത്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് എന്നാണ്. അപ്പോൾ കൃത്യമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് പറയുമെന്ന് അറിയുന്നത് കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത്രമേൽ അതിനെ ആലോചിക്കുകയും അതിനുള്ള ഒരു മറുപടിയും കണ്ടിട്ടെന്ന വണ്ണമാകണം അദ്ദേഹം പറഞ്ഞത് അന ഉഹി വ ഉമീത്, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജയിലിലുള്ള 2 ആളുകളെ വിളിച്ചു വരുത്തി ഒരാളെ ജീവിക്കാൻ അനുവദിക്കുകയും മറ്റേ ആളെ കൊല ചെയ്തു കളയുകയും ചെയ്തു. ഒരാളെ ഞാൻ ജീവിക്കാൻ വിട്ടയക്കുകയും മറ്റേ ആളെ ഞാൻ കൊല ചെയ്തു കളയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അന ഉഹി വ ഉമീത്, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്ന്. എന്നാൽ അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അദ്ദേഹത്തോട് പറയുന്നത് ഫ ഇന്നല്ലാഹ യഅതി ബിശ്ശംസ മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, എങ്കിൽ എൻ്റെ റബ്ബ് സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. നിനക്ക് സാധ്യമെങ്കിൽ അതിനെ ഒന്ന് പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞ സമയത്ത് അതിന് സാധ്യമല്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തും വിധത്തിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനും എനിക്കതിന് കഴിയില്ലല്ലോ എന്ന് ബോധ്യപ്പെടും വിധത്തിൽ ഫബുഹിത്തല്ലദീ കഫർ, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ആ നിഷേധങ്ങളെയും അദ്ദേഹത്തിൻ്റെ വാദങ്ങളെയും പൊളിഞ്ഞു പോകുന്നത് എന്ന് കാണുവാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് സംവാദങ്ങളാണ് എങ്കിൽ പോലും
മാന്യമായ രൂപത്തിൽ എങ്ങനെയാണ് തൻ്റെ സഹസംവാദകനോട് സംവദിക്കേണ്ടത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംവാദത്തിൽ കാണാൻ കഴിയും. പക്ഷേ എന്തുകൊണ്ടോ ആ സംവാദങ്ങളെ വായിച്ച് പാഠം ഉൾക്കൊണ്ട് സംവാദങ്ങൾ നടത്തേണ്ട ആളുകൾ സംവാദങ്ങളിലേക്ക് എത്തുമ്പോഴേക്ക് വിജയം മാത്രമായിരിക്കണം ലക്ഷ്യം എന്നുള്ളത് കൊണ്ടായിരിക്കാം സഹസംവാദകനെ പരിഗണിക്കാതെ അദ്ദേഹത്തെ ആക്ഷേപിച്ചോ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ ആക്ഷേപിച്ചുകൊണ്ടുമെല്ലാം സംവാദങ്ങൾ നടത്തുന്നതായി കാണുവാൻ സാധിക്കും. അത് യഥാർത്ഥ ഒരു മതത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി ആയിരിക്കുമ്പോൾ അവർ കൃത്യമായി അതിനെക്കുറിച്ച് പഠിക്കേണ്ടുന്നതാണ്. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ മാർഗത്തിലേക്ക്, നേരായ മാർഗത്തിലേക്ക്, ഹനീഫായിട്ടുള്ള ഋജുവായിട്ടുള്ള ഈ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുകയാണ് എങ്കിൽ, അതിനു വേണ്ടിയുള്ളതാണ് നമ്മുടെ പ്രവർത്തനങ്ങളെങ്കിൽ അതിന് കൃത്യമായ ആഗ്രഹവും അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളോടൊപ്പം കൃത്യമായ പ്രാർത്ഥനയും നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നാം വായിച്ച ചില വർത്തമാനങ്ങളുണ്ട്. ഇസ്ലാമിലെ ബലികർമ്മത്തെ പരിഹസിക്കാനും അതിന് പുതിയ മാനങ്ങൾ നൽകാനും അതിനുവേണ്ടി വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ വരെ ദുർവ്യാഖ്യാനം ചെയ്യുവാനുമൊക്കെയുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും അത് കേൾക്കാത്ത, അറിയാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ വരും നാളുകളിൽ ആ ഇടപെടലുകളെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ അറിയാതെ പോവില്ല. അവിടെ നമ്മൾ കൃത്യമായി എന്താണ് അതിൻ്റെ വസ്തുത എന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. പലപ്പോഴും കേട്ടാൽ ശരിയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കും വിധത്തിലുള്ള അവതരണമാണ് ഇത്തരം വിഷയങ്ങളിൽ നടക്കാറുള്ളത്. സർവമത സത്യവാദികളും യുക്തിവാദികളുമൊക്കെ ആയിട്ടുള്ള ആളുകൾ അതിനെ ഏറ്റെടുക്കുകയും വേണ്ട വിധത്തിലുള്ള വ്യാപനവും പ്രചാരണവും നടത്തിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ പറയുന്ന ഒരു വാദമെന്ന് പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ മൃഗങ്ങളെ ക്രൂരമായി ബലിയറുക്കുന്നത്? അതൊരു മോശം പ്രവൃത്തിയായി കാണുകയും മാനവികതയ്ക്ക് നിരക്കാത്ത കാര്യമായി പരിഗണിച്ചുകൊണ്ട് ഒഴിവാക്കുകയും, എന്നാൽ അതിനു വേണ്ടി പിരിച്ചെടുക്കുന്ന പണം ഉപയോഗിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ, ശൗചാലയങ്ങൾ അടക്കം നിർമ്മിച്ചു കൊടുക്കുന്നതായിരിക്കില്ലേ നല്ലത് എന്ന വിധത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നതായി കാണുവാൻ സാധിക്കും. അതിനായി വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതായും കാണാൻ കഴിയും. ഒരു കൃത്യമായി പറയുന്നത്, വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഈ ബലി നടത്തുന്നതിന് വേണ്ടി ഇസ്മായിൽ നബിയുടെ അടുക്കലേക്ക് പോകുന്ന സന്ദർഭത്തെ സൂചിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ട്. ഫലമ്മ ബലഗ മഅഹു സഅയ, ഇബ്രാഹിം നബിയോടൊപ്പം പ്രാപ്തനായി വളർന്നു വരുന്ന സമയത്ത് ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെ സമീപിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, മോനെ നിന്നെ അറുക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഇവർ പറയുന്നത് അദ്ബഹു എന്ന് പറഞ്ഞാൽ അത് അറുക്കുക എന്നല്ല, നേരെ മറിച്ച് സമർപ്പിക്കുക എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് തെറ്റിദ്ധരിക്കുകയും പറഞ്ഞു വരുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, ഇബ്രാഹിം നബി അള്ളാഹു പറഞ്ഞത് മനസ്സിലാകാതെ തെറ്റിദ്ധരിക്കുകയും മകനെ അറുക്കാൻ പോവുകയും ചെയ്തതാണ് എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാദങ്ങൾ പണ്ട് കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. കേൾക്കുമ്പോൾ ശരിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന വാദങ്ങൾ. പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ
അത് പിന്നീട് ക്രോഡീകരിക്കുകയും വിശ്വാസയോഗ്യമല്ലാത്തതും ഒക്കെയാണ്. അതുകൊണ്ട് ഹദീസ് സ്വീകരിക്കേണ്ടതില്ല, ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ മതിയല്ലോ എന്ന വാദവുമായി പലരും വന്നിരുന്നു. എന്നാൽ ആ വാദം കൊണ്ടുവന്ന ആളുകൾ ആദ്യം ശ്രമിച്ചത് എങ്കിൽ ഖുർആനിൽ 3 നേരത്തെ നമസ്കാരമേ ഉള്ളൂ എന്ന് പറയാനാണ്. ആ 3 നേരത്തെ നമസ്കാരമെങ്കിലും നിർവഹിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നീട് നമസ്കാരം തന്നെ ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ പടച്ചവനെ തന്നെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്കാണ് അവരുടെ ആ പുതിയ വാദങ്ങൾ എത്തിയത് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മളും ചിലപ്പോൾ സാധാരണക്കാരായ ആളുകളും ചിലപ്പോൾ ചിന്തിച്ചു പോയേക്കാം, എന്തിനാണ് ഇങ്ങനെ ബലി അറുക്കുന്നത്, മൃഗങ്ങളെ ഇങ്ങനെ കൊന്നു തിന്നുന്നത്, ഈ പണമെല്ലാം കൂടി ശേഖരിച്ചിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരെ എന്ന്. എന്നാൽ ഇസ്ലാമിന് കൃത്യമായി ബലിയെക്കുറിച്ചും അതിൻ്റെ ധർമ്മങ്ങളെക്കുറിച്ചും അതിൻ്റെ സ്ഥാനത്തെക്കുറിച്ചും എല്ലാം പറയാനുണ്ട്. ഇസ്ലാമിൽ മാത്രമല്ല ബലി ഉള്ളത് എന്നത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനിൽ പിന്നെ മറ്റൊരു ആയത്ത് ഇതിനു വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുന്നത് സൂറത്തുൽ ഹജ്ജിലെ 37-ാമത്തെ വചനമാണ്. ലൻ യനാലുല്ലാഹു ലുഹൂമഹ വലാ ദിമാഉഹ. പടച്ചവന് നിങ്ങൾ അറുക്കുന്ന ബലിമൃഗത്തിൻ്റെ രക്തമോ മാംസമോ ആവശ്യമില്ല. വലാക്കിൻ യനാലു തഖ്വ മിൻകും, നിങ്ങളുടെ തഖ്വയാണ് ആവശ്യം. പിന്നെ നിങ്ങൾ തഖ്വയുള്ളവരായിരിക്കെ എന്തിനാണ് പടച്ചവന് ആവശ്യമില്ലാത്തത് നിങ്ങൾ ചെയ്യുന്നത് എന്നാണ്. കേൾക്കുമ്പോൾ രസകരമായി ശരിയാണ് എന്നൊക്കെ തോന്നുന്നുണ്ട്. എങ്കിലും ഇസ്ലാമിനെ പോലെ ഈ ജീവകാരുണ്യ മേഖലയിൽ കൃത്യമായ നിർദ്ദേശങ്ങളും പ്രവർത്തനങ്ങളും ഉള്ള ഒരു സംഘം വേറെ ഇല്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ സക്കാത്തും സ്വതക്കയും എല്ലാം അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. എന്നാൽ ബലിയുമായി സംബന്ധിച്ചുകൊണ്ട്, ബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നടത്തപ്പെട്ട ദുർവ്യാഖ്യാനങ്ങളെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടുന്നത് ഇസ്ലാമിൻ്റെ ബലിയെക്കുറിച്ചുള്ള വർത്തമാനം 22-ാം അധ്യായം സൂറ അൽ ഹജ്ജിലെ 34-ാമത്തെ വചനം, വലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറുസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. എല്ലാ ഉമ്മത്തിനും അവരുടേതായ ഒരു ബലി അള്ളാഹു നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. എല്ലാ സമുദായത്തിനും അത് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കാലക്രമത്തിൽ അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടുന്ന ബലികർമ്മം എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്ത ആളുകൾക്കും അർപ്പിക്കപ്പെടുന്ന രൂപത്തിലേക്ക്, അവരിൽ നിന്ന് പല സഹായങ്ങളും ലഭിക്കേണ്ടുന്ന വിധത്തിൽ, അതിന് പ്രാപ്തമാക്കുന്ന വിധത്തിൽ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ബലി അർപ്പിക്കുന്നതിലേക്ക് ആളുകൾ മാറിപ്പോയിട്ടുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബലികർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിയദ്കുറുസ്മല്ലാഹി, അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുന്നതിനും, അലാ മാ റസഖഹും അവർക്ക് അള്ളാഹു ഉപജീവനം നൽകിയതിൽ നിന്ന്, മിൻ ബഹീമത്തിൽ അൻആം കന്നുകാലികളിൽ നിന്ന് അതിനെ അറുക്കുന്നതിനും, അതിൽ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുന്നതിനും, അതിൽ നിന്ന് അത് ആവശ്യപ്പെട്ടു വരുന്ന ആളുകൾക്കും അതിന് അർഹരായ ആളുകൾക്കും ഭക്ഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നതാണ്. അതുമാത്രമല്ല, ഇസ്ലാം ബലികർമ്മത്തെ അതിൻ്റെ ഒരു ചിഹ്നമായി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ഒരു ചിഹ്നമായി ബലികർമ്മത്തെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ആ രൂപത്തിലുള്ള ബലികർമ്മങ്ങളൊക്കെ നടത്തപ്പെടുമ്പോൾ അതിൻ്റെ മാംസം എന്ന് പറയുന്നത് അത് അറുത്ത ആളുകൾ, ആ ഒരു മതവിഭാഗത്തിലുള്ള ആളുകൾ മാത്രമല്ല കഴിക്കുന്നത്. നേരെ മറിച്ച് അതല്ലാത്ത ആളുകളും നമ്മുടെ സഹജീവികളായിട്ടുള്ള ആളുകളെയെല്ലാം അത് കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്നതാണ്. അങ്ങനെ ഒരു വലിയ മാനവികത ആ വിഷയത്തിൽ തന്നെ നിലനിൽക്കെ അതിൽ മറ്റൊരു വശം അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലേക്ക് അതിൻ്റെ ചർച്ചകൾ കൊണ്ടുപോയി ഇസ്ലാമിലെ ബലിയെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ നബിയുടെയും ചരിത്രം കൃത്യമായി മനസ്സിലാക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അത് കേവലം ഒരു മൃഗബലി എന്നുള്ളിടത്ത് മാത്രമല്ല, അതിനപ്പുറത്ത് സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും എല്ലാം കൃത്യമായ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ വിശ്വാസിയും ബലിയെ സമീപിക്കുകയും ഒക്കെ ചെയ്യുന്നത്. കേവലം ഒരു മൃഗത്തെ അറുത്തു തിന്നുക എന്നുള്ളതിനപ്പുറത്തേക്ക് താൻ റബ്ബിന് എന്തും സമർപ്പിക്കാൻ തയ്യാറാണ് എന്നും എന്ത് ത്യാഗത്തിനും സന്നദ്ധനാണ് എന്നുമുള്ള മനസ്സൊരുക്കത്തിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് അത് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അപ്പോൾ അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഇപ്പോൾ കേട്ടിട്ടില്ല എങ്കിലും അത് പ്രചരിച്ച് നമ്മുടെ വാളുകളിലേക്ക്, ഫേസ്ബുക്ക് വാളുകളിലേക്കും ഇൻസ്റ്റാ പേജുകളിലേക്കുമൊക്കെ എത്താനുള്ള സാധ്യതകളുണ്ട്. ആ സമയത്ത് നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണം. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം തെറ്റിദ്ധാരണകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനും അള്ളാഹുവിൻ്റെ ശാഇറുകളെ, ചിഹ്നങ്ങളെ അത് അംഗീകരിച്ച് പിന്നെ ബഹുമാനത്തോടുകൂടി ആ ശാഇറുകളെ കാണുവാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കി സത്യത്തിൻ്റെ വക്താക്കളാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ പ്രബോധനം അത്യാവശ്യമായി നിർവഹിക്കപ്പെടേണ്ടുന്ന ജനത, നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കിയ ഈ സത്യം എത്തിക്കപ്പെടേണ്ടുന്ന ഒരു ജനത നമ്മുടെ കുടുംബത്തിൽ ഉൾപ്പെടെ, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ, നമ്മുടെ അയൽവാസികളിൽ ഉൾപ്പെടെ ഉണ്ടായിരിക്കെ ആ ദൗത്യം കൃത്യമായി നിർവഹിക്കുവാനുള്ള തൗഫീക്ക് നാഥൻ നമുക്ക് ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഇപ്പോഴും ഫലസ്തീനിൽ ആകാശത്തേക്ക് മാത്രം നോക്കി ജീവിച്ചു കൊണ്ടിരിക്കുന്ന കുറേയേറെ ആളുകളുണ്ട്. അവർക്ക് ഭൂമിയിലേക്ക് നോക്കി നടക്കാൻ പേടിയാണ്. മറ്റൊന്നും കൊണ്ടല്ല, എപ്പോഴാണ് തങ്ങളുടെ മുകളിലേക്ക് ഒരു ബോംബ് വന്ന്, മിസൈൽ വന്ന് പതിക്കുന്നത് എന്നറിയാതെ ആകാശത്തിലേക്ക് നോക്കി അവിടെ ഒരു മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം കാണുമ്പോൾ പോലും ഇത് തങ്ങളെ ഇല്ലാതാക്കുവാനുള്ളതാണോ എന്ന് ഭയപ്പെടും വിധത്തിൽ ഒരു ബോംബോ മിസൈലോ വരുന്നത് കണ്ടാൽ ഇതെവിടെയാണ് പതിക്കുക എന്നറിയാതെ, എങ്ങോട്ടാണ് ഓടി രക്ഷപ്പെടാൻ കഴിയുക എന്നറിയാതെ, മനസമാധാനം എന്ന ഒന്ന് ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് കുട്ടികളും കുടുംബങ്ങളും വയോവൃദ്ധരും ഒക്കെ ഇന്ന് ഫലസ്തീനിൻ്റെ മണ്ണിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. അല്ലാഹുവേ, ഈ നാടിനെ നീ നിർഭയത്വമുള്ള ഒരു നാടാക്കി മാറ്റണേ എന്ന് നമ്മുടെ മനസ്സുകളിൽ ആ പ്രാർത്ഥന ഉണ്ടാവണം. അല്ലാഹുമ്മ ഇജ്അൽ ഫലസ്തീന ബലദൻ ആമിന. അല്ലാഹുവേ, ഫലസ്തീനിനെ അമ്നുള്ള, നിർഭയത്വമുള്ള, സമാധാനമുള്ള ഒരു നാടാക്കി നീ മാറ്റണേ എന്ന പ്രാർത്ഥന വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ പള്ളിയിൽ വരുന്ന കാനിരംചിറ സ്വദേശിയായിട്ടുള്ള ബഷീർ സാഹിബിൻ്റെ മരുമകൻ തിരുവനന്തപുരത്ത് വെച്ച് ഉണ്ടായ ഒരു അപകടത്തിൽ കാര്യമായി പരിക്കേൽക്കുകയും ഇന്ന് അദ്ദേഹം ഒരു ഓപ്പറേഷനു വേണ്ടി മെഡിക്കൽ ട്രസ്റ്റിൽ വിധേയനായി കൊണ്ടിരിക്കുകയുമൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ശമനത്തിനും പൂർണ്ണമായ ആരോഗ്യത്തിനും ഇസ്ലാഹി പ്രവർത്തനങ്ങളിൽ വീണ്ടും സജീവമാകാനുള്ള തൗഫീക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും പാപങ്ങളെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം സഹോദരി സഹോദരന്മാർ, അവരുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദീനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.